നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് നമുക്കുള്ളിൽ ഒരു തരത്തിലുമുള്ള അനിഷ്ടമോ ദേഷ്യമോ പകയോ വെറുപ്പോ ഒന്നും നിലനിർത്താതെ അതിനെയെല്ലാം റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി വിട്ടുകളയുന്നതിനെ കുറിച്ച് നാം പറഞ്ഞു. ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും കറകളെ ഓരോന്നായി ശുദ്ധീകരിച്ചു വരുമ്പോൾ പിന്നെ അവിടെ നിലനിൽക്കുന്നത് എന്താണ്? നന്ദി, സ്നേഹം, അല്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമോഷൻ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നാത്തതായി ഒരാളും ഉണ്ടാകില്ല നമ്മുടെ ജീവിതത്തിൽ. അവരിൽ ഒരാളെ എടുത്ത് അവരോട് നമുക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസിനെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് അവ ഓരോന്നും ആത്മാർത്ഥമായി പുറത്തു കൊടുത്ത് വിട്ടുകളഞ്ഞ ശേഷം അവരെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ പിന്നെ അവരോട് എന്തെന്നില്ലാത്ത നന്ദിയായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകിയെത്തുന്നത്. അവർ ചെയ്തു തന്ന ചെറിയ ചെറിയ നന്മകൾ മുതൽ നമുക്ക് ഓർത്തെടുക്കാനാകും. ഒരുപാട് നന്മകൾ നമ്മിലേക്ക് വരുന്നത് കാണുമ്പോൾ നാം പോലും അത്ഭുതപ്പെട്ടു പോകും. ഇതുവരെ എന്തേ എനിക്കിതൊന്നും ഓർമ്മയിലില്ലാതിരുന്നേ എന്ന്. അതിനെന്താണ് കാരണം? നാം ഏത് വിധത്തിലാണോ ഒരാളെ കാണുന്നത്, അയാളുടെ എന്തിലേക്കാണോ നാം ശ്രദ്ധിക്കുന്നത്, ആ വിധത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അയാൾ പോലും അറിയാതെ നമുക്ക് അയാളിൽ നിന്നും പ്രകടമാകുന്നത്. നാം ഒരാളുടെ നന്മയിലേക്കാണ് കൂടുതൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ നമുക്ക് അയാളിൽ നിന്നും അനുഭവിക്കാനാകുന്നതും നന്മ തന്നെയായിരിക്കും എന്നുള്ളതാണ് സത്യം. ഇവിടെ പ്രശ്നം നമുക്കുള്ളിലാണ്. നമുക്കുള്ളിലെ ഓരോ നെഗറ്റീവ് ഇമോഷൻസിനെയും ഒന്ന് ശ്രദ്ധിച്ച് അതിനെ ക്ലിയർ ചെയ്തപ്പോഴേക്ക് നമുക്കുള്ളിൽ തന്നെ ആ മാറ്റം നാം അനുഭവിച്ചു, അല്ലേ? അതിനെ ഗ്രാജ്വലി പുറത്തും നമുക്ക് പ്രകടമാകുന്നു. ഇത് തന്നെയാണ് നമുക്കുള്ളിൽ മാറുമ്പോൾ പുറത്തും മാറ്റം കാണാം എന്ന് പറയുന്നത്.